അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ കത്തോലിക്ക സഭാംഗങ്ങളുടെ ഏറ്റവും കേന്ദ്രീകൃതമായ ആഘോഷം പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയിൽ ഏറെ തവണ കാർമ്മികൻ, വൈദികൻ സമൂഹത്തിൻ്റെ നേരെ തിരിഞ്ഞ് നിങ്ങൾക്ക് സമാധാനം എന്ന് കരങ്ങൾ കൊണ്ട് കുരിശു വരച്ചും ഹൃദയങ്ങളെ നിറച്ച് ആത്മാവിനെ അഭിഷേകം ചെയ്യുന്ന ആ വാഗ്ധോരണികൾ പ്രയോഗിക്കുന്നുണ്ട്. സമാധാനം നിങ്ങളോടുകൂടെ. ഈ ഷാലോം, സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് പ്രതിനിധാനം ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്. പീഡാസഹനങ്ങളുടെയും കാൽവരിയിലേക്കുള്ള കുരിശെടുത്തുള്ള യാത്രയുടെയും സമാപനത്തിൽ പൊരിവെയിലിൽ തുണികൾ ഉരിയപ്പെട്ട് നഗ്നനായി പൊരിഞ്ഞ വെയിലിൽ കുരിശിൽ പാടുപീടകളേറ്റ്, കന്നത്ത് അടികളേറ്റ്, തുപ്പലേറ്റ്, കാക്കകൾ കണ്ണുകൾ കൊത്തിപ്പറിക്കുന്ന ഭീതിയാൽ തലയിട്ട് ഞെരിച്ച് വാവിട്ട് നിലവിളിച്ച് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച, 3 നാൾ ഉയർത്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ നിറവോടെ, നിന്നോട് നിന്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ആ കാർമ്മികനായ വൈദികൻ ആശംസിക്കുന്നത്. സമാധാനം അങ്ങനെ പെട്ടെന്ന് ഒരു വാക്കുകൊണ്ട് കിട്ടില്ല മക്കളെ. അത് നല്ല വില കൊടുത്ത് വാങ്ങന്നെ വേണം. സമാധാനത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുവൻ്റെ നേരെ നിഷ്ഠൂരവും ക്രമരഹിതവും ക്രൂരവുമായ പല കർമ്മങ്ങളും സമൂഹം, കുടുംബം, മുതലാളി തൊഴിലാളി, തൊഴിലാളി മുതലാളി, അധികാരി കീഴുള്ളവൻ, ഇങ്ങനെയൊക്കെ വരും. അവിടെ ക്രിസ്തുവിൻ്റെ ആ മനോഭാവത്തോടുകൂടി ജീവിതത്തെ സമീപിച്ചില്ലെങ്കിൽ ഒരു പൊതി ചോക്ലേറ്റ് എറിയുന്നത് പോലെ സമാധാനം ലഭ്യമാകില്ല. അത് ആർജിച്ചെടുത്തന്നെ പറ്റൂ. വിലയുള്ളത് വില കൊടുത്തു വാങ്ങുക എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ പല പരീക്ഷണ പ്രലോഭന മുഖങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ച് തരണം ചെയ്തിട്ട് വേണം ഹൃദയ സമാധാനം നേടിയെടുക്കാൻ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്തിയ ലേഖനത്തിൽ 5:22-23 പറയുന്ന ആ 9 ദാനങ്ങളിൽ സമാധാനം കിടപ്പുണ്ട്. തൊട്ടപ്പുറത്ത് ക്ഷമ കിടപ്പുണ്ട്. ക്ഷമ, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്ന് പറഞ്ഞു പോകുന്ന പരിശുദ്ധാത്മ വരദാനങ്ങൾ, ഫലങ്ങളിൽ സമാധാനം നിലനിർത്തണമെങ്കിൽ ക്ഷമ അനിവാര്യമാണ്. പരിശ്രമിച്ചു നോക്ക്, ലഭിക്കട്ടെ. ഹൃദയം സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും നിറയട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.